മാറാത്തത് മാറിയിരിക്കുന്നു. തലസ്ഥാന കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കുന്നു BJP. 50 വാർഡുകൾ BJP വിജയിച്ചിരിക്കുന്നു. ഇനി മാറാത്തത് മാറുമെന്ന നരേന്ദ്രമോദിയുടെ, രാജീവ് ചന്ദ്രശേഖരന്റെ ആ ആപ്തവാക്യം യാഥാർത്ഥ്യമായിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ന്റെ കോട്ട കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് BJP-യുടെ വമ്പൻ മുന്നേറ്റം. കഴിഞ്ഞ തവണ 55 വാർഡുകൾ വിജയിച്ച CPM-ന് 26 വാർഡുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. കഴിഞ്ഞ തവണ 10 വാർഡുകൾ വിജയിച്ച UDF ഇത്തവണ 20 വാർഡുകളായി ആ നേട്ടം ഉയർത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 35 വാർഡുകൾ മാത്രം വിജയിച്ച BJP 50 വാർഡുകൾ എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് മാത്രവുമല്ല, രണ്ട് സ്വതന്ത്രന്മാർ വിജയിച്ചിരിക്കുന്നു. ആ 2 സ്വതന്ത്രന്മാരും BJP-ക്കൊപ്പം പോകാനുള്ള സാധ്യതകളാണ് 90% ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇത്തവണ തലസ്ഥാന കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിച്ചിരിക്കും. യാതൊരു സംശയവും വേണ്ട. മാറാത്തത് ഇനി മാറും എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ അന്വർത്ഥമാവുകയാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് യാഥാർത്ഥ്യമാവുകയാണ്. തിരുവനന്തപുരം ചരിത്രം കുറിക്കുകയാണ്. തിലകക്കുറി കുറിക്കുകയാണ് തലസ്ഥാനം. സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാവുകയാണ്. തിരുവനന്തപുരത്തിന്റെ മേയർ ഇനി ആരാകും? ആർ ശ്രീലേഖയാകുമോ? VV രാജേഷ് ആകുമോ? VG ഗിരികുമാർ ആകുമോ? ഇനി ആ ചോദ്യം മാത്രമേ ഉള്ളൂ. തലസ്ഥാനത്ത് BJP-യെ തൊടാൻ ഇനി CPM-നോ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ആകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. തലസ്ഥാനം BJP തൂക്കിയിരിക്കുന്നു. അനന്തപുരിയുടെ മണ്ണ് BJP തൂക്കിയെടുത്തിരിക്കുന്നു. ഇനി ഒരാൾക്ക് പോലും ഈ തലസ്ഥാനം ഇനി വിട്ടു നൽകില്ല എന്ന് BJP പറയുകയാണ്. എല്ലാ മേഖലകളിലും, നേമത്തായിക്കോട്ടെ, വട്ടിയൂർക്കാവിലായിക്കോട്ടെ, കഴക്കൂട്ടത്തായിക്കോട്ടെ, CPM-ന്റെ കോട്ട കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വലിയ മുന്നേറ്റമാണ് ഇത്തവണ NDA BJP നടത്തിയിരിക്കുന്നത്. 50 സീറ്റുകൾ, 50 സീറ്റുകളിൽ 50 വാർഡുകളിൽ BJP വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഒരെണ്ണം, കേവല ഭൂരിപക്ഷത്തിന് ഒരെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൂടി നേടിയാൽ BJP തലസ്ഥാന കോർപ്പറേഷൻ തൂക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.